Hello friends, Sonal Sajith YouTube channel എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതേപോലത്തെ ഒരു സാധാ ബോട്ടിലിനെ അധിക പണിയൊന്നും എടുക്കാണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഫീൽ തരുന്ന ഒരു ബോട്ടിലാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടിയില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാനായി ഏറ്റവും സ്യൂട്ടബിളായ ബോട്ടിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ്സിനൊക്കെ ഒരു ബ്ലറായിട്ടുള്ള വരുന്ന ഒരു ബോട്ടിലായിരിക്കും ഏറ്റവും നല്ല സ്യൂട്ടബിൾ ഇതിന് ചെയ്യാനായിട്ട്. പിന്നിലെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലത്തെ ആ ക്യാപ്പ്, അതായത് ക്യാപ്പിൻ്റെ അടിഭാഗം, ആ താഴെയുള്ള പ്ലാസ്റ്റിക് ഭാഗം അതെങ്ങനെ അതെങ്ങനെ കളയുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയണമെന്നില്ല അതെങ്ങനെ ചെയ്യലെന്ന്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടൊരു മൂർച്ചുള്ള കത്തി എടുക്കുക. അതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്യുക. ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യുക. ഇത് കുട്ടികളാരും ചെയ്യാതെ നോക്കണം, കാരണം കത്തിയാകുമ്പോൾ മുറിയാനുള്ള സാധ്യതയുണ്ട്. മുതിർന്നവരുണ്ടാകുമ്പോൾ മാത്രം ഇത് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എക്സസ് വരുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് പൊട്ടി വരും. അതിൻ്റെ ഉള്ളിലത്തെ നോസിലും ക്യാപ്പും ഒക്കെ ഇങ്ങനെ റിമൂവ് ആയി വരും. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇത് കളയാനായിട്ട്. ഇതാകുമ്പം കുപ്പിക്ക് വേറെ ക്രാക്കും സ്ക്രാച്ചും ഒന്നും വരില്ല. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ക്യാപ്പെല്ലാം ലൂസായിട്ടുണ്ട്. ലൂസായിട്ടെല്ലാം അടക്കാൻ പറ്റി. അപ്പോൾ ഇനി അടുത്തത് ഇത് നന്നായി ക്ലീൻ ചെയ്യണം, കാരണം അതിൻ്റെ ഉള്ളിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ അതിലേക്ക് ആദ്യം കുറച്ച് സാൻഡ് ഇട്ട് പിന്നെ അതിന് ശേഷം അതിലേക്ക് വാഷിംഗ് പൗഡർ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഷെയ്ക്ക് ചെയ്യലാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വേഗം റിമൂവ് ആയി കിട്ടും. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലത്തെ 2 ഫോട്ടോസാണ്. അപ്പോൾ ഇത് ഞാൻ വരച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം, ഒന്നെങ്കിൽ വരക്കാം അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അപ്പം ഇതിൻ്റെ ലിങ്ക് ഈ 2 ഫോട്ടോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ വരക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിൽ. അപ്പോൾ അത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ബ്ലേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സിസേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി കുറച്ച് ടൈം എടുത്ത് സാവധാനം അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അധികം കൈയൊന്നും കട്ടാവാണ്ടിരിക്കുക. കട്ടതിന് ശേഷം ആ ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഫോട്ടോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, കറക്റ്റായിട്ട് ഒട്ടിക്കുക. അത് ഇപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആവുന്ന വിധത്തിൽ അത് ഒട്ടിക്കുക, സെൻറ്ററിലായിട്ട് അത് ഒട്ടിക്കുക. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എയർ ബബിൾസ് ഒന്നും കയറാതെ നോക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക, എയർ ബബിൾസ് ഒന്നും കയറാൻ പാടില്ല. അപ്പോൾ ഇത് ഒട്ടിച്ച പോലെ തന്നെ ഇനി അടുത്തത് ആ ട്രീയും കൂടി ഇതിലെ ഒട്ടിക്കുക. അപ്പോൾ അതും ഫെവിക്കോൾ ഉപയോഗിച്ച് തന്നെ നല്ല വൃത്തിക്ക് ഒട്ടിക്കുക, എയർ ബബിൾസ് ഒന്നും കയറാണ്ട് നോക്കുക. ഇനി അടുത്തതായിട്ട് ആ ട്രീൻ്റെ ലീവ്സ് വരക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ CD മാർക്കറാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് CD മാർക്കർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇത് കട്ട് ചെയ്ത പോലെ തന്നെ അതിൻ്റെ ലീവ്സും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ ചെറുതായതുകൊണ്ട് കുറേ സമയമെടുക്കും, ടൈം വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ CD മാർക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിൻ്റഡ് നിബിൽ CD മാർക്കർ ഉപയോഗിക്കുക. ഇനി സാവധാനം മെല്ലനായിട്ട് അതിൻ്റെ ലീവ്സ് വരക്കുക. നിങ്ങൾക്ക് ഈ മരം ഒന്നെങ്കിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതേപോലെ തന്നെ CD മാർക്കർ പോലെ തന്നെ വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാനും മതി. അപ്പം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ടാവുക. ലീവ്സൊക്കെ ഞാൻ ഇപ്പോൾ ലീവ്സൊക്കെ വരച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ലീവ്സ് വരക്കാം. അപ്പോൾ ലീവ്സൊക്കെ വരച്ച് പിന്നെ ബുദ്ധൻ്റെ ഹെഡിലായിട്ട് ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്തോ വരക്കാം, അതല്ല നിങ്ങളെ ഐഡിയ വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എന്തോ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം, നിങ്ങളെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കളർ ആഡ് ചെയ്ത് കൊടുക്കുക, അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് കളറാണ് ഇതിൻ്റെ മേലെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, കളർ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചാണ് ഞാൻ കളർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കളർ ചെയ്താൽ
സ്പോഞ്ചിനെ കൊണ്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഗ്രെയിൻസ് ഉണ്ടാവും, അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു സ്റ്റൈൽ അതായിരിക്കും. സാധാ ബ്രഷ് ഉപയോഗിക്കുന്നതിനായിട്ട് സ്റ്റൈൽ അതായിരിക്കും. അപ്പോൾ നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യുന്നത് വെച്ചാൽ ലൈറ്റിംഗ് ആണ്. അപ്പം നമുക്കിനി ലൈറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ലൈറ്റ് കൊടുക്കാനായി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ LEDs ഉപയോഗിക്കുക. ഏത് കളറായാലും കുഴപ്പമില്ല, അതല്ല നിങ്ങളിഷ്ടം. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു LED സ്ട്രിപ്പ് ഉപയോഗിക്കുക, ഒരു 12 വോൾട്ട്സിൻ്റെ LED സ്ട്രിപ്പ് ഉപയോഗിക്കുക. അതും കളർ നിങ്ങളിഷ്ടമാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ബാക്കിൽ ലൈറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അവസാനം നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കാണുമ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ടാവുക, ഈ ഒരു ഫീൽഡ് കിട്ടുക സംഭവം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഷോ കേസിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണുമ്പോൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലത്തെ വീഡിയോസായി അടുത്ത വീഡിയോ കാണാം.